ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജി തമ്പി, അങ്ങ് കാണുന്നുണ്ടോ എന്നറിയില്ല, ജനം ടി വി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ നേർക്കാഴ്ചകൾ. വലിയ ഭക്തജനത്തിരക്ക്, കൊടും മഴ പെയ്യുകയാണ്. ഈ വലിയ മഴയിൽ അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ ജനസഹസ്രങ്ങൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പതിനായിരങ്ങൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ എല്ലാ സംവിധാനവും അവിടെ പാളിയിരിക്കുന്നു. വലിയ ഒരു അപകട ഭീതിയിൽ ശബരിമല അയ്യപ്പന്റെ സന്നിധാനം മുഴുവൻ അകപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്വാമി ശരണം. ഞാന് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. വല്ലാത്തൊരു വിഷമം തോന്നുന്നു. കാരണം പ്രധാനമായിട്ടും ഇവരെന്തൊക്കെയാണ് പറയുന്നത്? വെർച്വൽ ക്യൂ എന്താണ്? വേസ്റ്റ് ബുക്ക് ചെയ്തവരാണോ ഇവർ നിൽക്കുന്നതെല്ലാം? എനിക്ക് തോന്നുന്നത് ഈ തുലാമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോ ക്ഷേത്രത്തിൽ വന്ന് തൊഴാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നുണ്ടാവും. അപ്പോഴാണല്ലോ ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി വരുന്നത് 22-ാം തീയതി. അപ്പൊ 20, 21, 22 ദിവസങ്ങളിൽ അവിടെ അടുക്കാൻ പറ്റില്ല എന്നുള്ള അറിഞ്ഞിട്ട് നേരത്തെ വരാൻ ശ്രമിച്ചവരായിരിക്കും എല്ലാവരും കൂടി ഇത്രയും ആൾക്കാർ ഒന്നിച്ച് വരാൻ കാരണം. ഇത് ദേവസ്വം ബോർഡ് കണക്കാക്കണമായിരുന്നു. എല്ലാ പ്രാവശ്യവും തുലാമാസത്തിൽ എങ്ങനെയാണ്? മാത്രമല്ല ഇപ്പം തുലാമാസത്തിൽ ഇത് കഴിഞ്ഞ ഒരു ദിവസം കൂടെ തുറക്കേണ്ടതാണ്, ചിത്തിര ആട്ടത്തിരുന്നാളിന്. അതും ഇപ്പോ ഇതിന്റെ കൂടെ വന്നിരിക്കുകയാണ്, 21-ാം തീയതി വന്നിരിക്കുകയാണ്. സാധാരണ അതിന് വേറൊരു ദിവസം നട തുറക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് ആ 18-ാം പടിയുടെ താഴത്ത് നടപ്പന്തലിലെ ആ അവസ്ഥ കാണുമ്പോൾ ഭീകര അവസ്ഥയാണ് കേട്ടോ. ഇത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് അപകടവും സംഭവിക്കാന്നുള്ള അവസ്ഥയാണ്. ഇത് ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയാണ് ഈ കാണിക്കുന്നത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ചുമ്മാ എന്തായി കാണിക്കുന്നത്? വലിയ അയ്യപ്പ സംഗമം നടത്തി ഇവിടെ ശബരിമല അങ്ങ് ഡെവലപ്പ് ചെയ്ത് മറ്റേ ഇതായിക്കളെന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ഇത്രയും വരുന്ന ഭക്തരെ നിയന്ത്രിക്കാൻ പമ്പയിൽ നിയന്ത്രിക്കല്ലോ. പമ്പയിൽ വരുമ്പോ അറിയാലോ, പമ്പയിൽ എല്ലാവരും വരുന്നു, അല്ലാതെ വേറെ എവരാണ് ഇപ്പൊ? പമ്പ വരുമ്പോ തന്നെ അറിയാലോ ഇത്രയും ആൾക്കാർ പമ്പ നിയന്ത്രിച്ച് നിർത്തണം. കുറെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യണം. അല്ലാതെ ഇത്രയും പേര് ഒന്നിച്ച് മലയോട്ട് അനുവദിച്ചുകൊണ്ടല്ലേ ഇവരിങ്ങനെ വന്ന് ഇപ്പൊ നടപ്പന്തലിലൊന്ന് തള്ളി കിടക്കുന്നത്. നമുക്ക് അറിഞ്ഞൂടെ 18-ാം പടി വഴി കയറാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്, ഒരു സമയത്ത് എത്ര പേർക്ക് കയറാൻ പറ്റുമെന്ന്. അപ്പൊ അതനുസരിച്ച് പല സ്ഥലത്തും ബ്ലോക്ക് ചെയ്യണമായിരുന്നു. പലക്കൂട്ടത്ത് കുറച്ച് ബ്ലോക്ക് ചെയ്യണമായിരുന്നു. അതുപോലെ പമ്പയിൽ കുറച്ച് ബ്ലോക്ക് ചെയ്യണമായിരുന്നു. അല്ലാതെ ഇത്രയും പേരെ കൊണ്ടുവരുന്നത് അപകടമില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അതിന്റെ ഇടയിലുണ്ട്. ഇത് വല്ലാത്തൊരു ഭീതിതമായ അന്തരീക്ഷമാണ് സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ഇതിന് കുറ്റം ദേവസ്വം ബോർഡിന് മാത്രമാണ്. അതുപോലെ അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കും. അവിടെ ഇത്രയും ആൾക്കാരെ താഴെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ വരില്ല. അത് ചെയ്യേണ്ടതിന് പകരം വരുന്നവരെല്ലാം കയറ്റി വിടുകയാണ്. ഈ അപകടം ഉണ്ടായ ആ ഉത്തരം പറയുന്നതിന് ഇത് ഇങ്ങനെ ഈ രീതിയിലൊക്കെ പെരുമാറുന്ന ദേവസ്വം ബോർഡുകൾ എന്താ ചെയ്യുന്നത്? ദേവസ്വം ബോർഡിന്റെ അവരുടെ ചുമതല എന്താ? ക്ഷേത്ര സംരക്ഷണം, ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക, അതുപോലെ അവിടുത്തെ മറ്റു പ്രശ്നങ്ങളില്ലാതെ അവിടുത്തെ സുരക്ഷ ഒരുക്കുക. ഇതിന് പകരം അവർ ചെയ്യുന്നത് എന്താ? ഇന്ന് തന്നെ അത് കാണില്ലേ? അതായത് തൊണ്ടി മുതലായ സ്വർണ്ണപ്പാളി, ആ സ്വർണ്ണപ്പാളി പഴയത് തന്നെയാണോന്നും അറിയാതെ അത് കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്യാനാണ് ഇവർക്ക് ഇത്ര ധൃതി. സ്വർണ്ണപ്പാളി അവിടെ തിരിച്ചു വയ്ക്കാനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ കുറ്റിയടിച്ച് നിൽപ്പുണ്ട് സ്വർണ്ണപ്പാളി വയ്ക്കാൻ. ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണപ്പാളി വെക്കുന്നതിനേക്കാളും പ്രാധാന്യമല്ലേ അവിടെ വരുന്ന ഭക്തർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്? ആ സ്വർണ്ണപ്പാളി വെക്കാൻ വേണ്ടി എത്ര സമയം പോയി? അവിടെ തന്നെ അത്രയും ഭക്തർ കുറെ പേര് പെൻഡിങ് ആയിക്കാണോ? അവരെ കടത്തിവിട്ടിട്ടുണ്ടാവില്ല. ഇത്രയും ആൾക്കാരവിടെ നിൽക്കുകയല്ലേ? അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണ്ണപ്പാളി ഇവർക്ക് വെക്കുന്നത് എന്തിനാ? നട തുറന്ന് വെക്കുന്നത്, നേരത്തെ വെക്കണം. അങ്ങനെ വെച്ചാൽ നേരത്തെ വെച്ചിട്ടായിരുന്നു അവർക്ക്. ഇത് ഭഗവാന്റെ നടയം തുറന്നു വെച്ചിട്ട് ഈ ആചാരം ലംഘനമാണ് നടത്തിയത്. അപകടങ്ങൾ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം അയ്യപ്പനെ. ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഭക്തർക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല അദ്ദേഹം. ഭക്തർ എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും വന്നെന്തെങ്കിലും കാണിക്കുമോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് ഒരു വല്ലാത്ത അപകടത്തിലേക്കാണ് പോക്ക്. ഇങ്ങനെയാണെങ്കിൽ ഇവര് എന്താ ചെയ്യാൻ പോയി ഈ മണ്ഡലകാലത്ത്? ഇത് ഒരിക്കലും ഇത് ദേവസ്വം ബോർഡ് ഇതിന് എണ്ണി ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. സംശരണം.